ഒരു നിമിഷം. ഒരു കമ്പനിയുടെ പരസ്യത്തിലെങ്കിലും അവക്കൊരമ്മയാകാൻ കഴിഞ്ഞല്ലോ. ഒന്ന് നിർത്തണ്ട ഉണ്ണി. എത്ര കാലമായി ഞാനിത് കേൾക്കുന്നു. ബേല 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 ബേല. ഈ സഹതപിക്കുക എന്ന് പറയുന്നത് വലിയ മഹത്വമൊന്നുമല്ല. 7 ജന്മങ്ങൾക്കുള്ള സഹതാവ നീ അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പൂർത്തിയായി. ഒരാളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, കുറ്റം പറയാതെ. ഞാൻ പറയും. എനിക്ക് തന്നോട് പറയാം. സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. താൻ ബേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? താൻ ചെയ്തു. തനിക്ക് വേണ്ടതെല്ലാം താൻ ചെയ്തു. അയക്കോ. പക്ഷെ താൻ അവൾക്ക് പ്രതീക്ഷ നൽകരുതായിരുന്നു. മുമ്പ് പലതവണയും നീ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഉണ്ണി, അവസാനമായി ഞാൻ ചോദിക്കുന്നു, ഇനിയെങ്കിലും നിനക്ക് അവൾക്കൊരു ജീവിതം കൊടുത്തൂടെ? എനിക്കറിയാം നീ ഒഴിഞ്ഞു മാറും. ഞാൻ ഒഴിഞ്ഞു മാറുകയല്ല നന്ദു. ഇതുവരെ ചെയ്തിട്ടുള്ള ശരിയുടെയും തെറ്റിന്റെയും കണക്കെടുത്തോണ്ടിരിക്കുക ഞാൻ. ബേലയ്ക്കൊരു ജീവിതം കൊടുക്കാൻ നീ പറഞ്ഞു. അതിന് പണം മാത്രം പോരാ. മനസ്സിന് ആരോഗ്യം വേണം, ശരീരത്തിന് ആരോഗ്യം വേണം. എനിക്ക് വയ്യ നന്ദു. ഈ വയ്യാന്ന് തോന്നുമ്പോഴല്ലേ ഒരാളിന്റെ ആവശ്യം? ആവാമായിരുന്നു. ഇനി വേണ്ട. ഇതുവരെ ചെയ്യാതിരുന്നത് പാലിയത്ത് ഉണ്ണികൃഷ്ണമേനോൻ എങ്ങോ കിടന്നിരുന്നൊരു പെണ്ണിനെ കെട്ടി. ഇനി ഒട്ടും വേണ്ട. ഉണ്ണിമാമയെ കൊണ്ട് ആർക്കും ഒരു ചീത്തപ്പേരുണ്ടാകണ്ട. ടോണി, 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 don't cry, my baby. Don't cry. ടോണി, ടോണി, ദേവി, ടോണി ഈസ് മിസ്സിംഗ്. ടോണിയെ കാണാനില്ല.
ഇത്രയും കാലത്തിനിടയിൽ തൃപ്തിയായി എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്നത് ഇപ്പോഴാണ്, അല്ലേ അനന്തു? തനിക്ക് തോന്നുന്നത് പോലെ തന്റെ ഇഷ്ടവും അനിഷ്ടവും ഇന്ന് തന്റേത് മാത്രമായിരുന്നു. ഉപദേശിച്ച് ഞങ്ങളെ വഴിയാധാരം ആക്കൂ എന്റെ അഡ്വൈസറെ. പേടിക്കണ്ട, ഞാൻ ഉപദേശിക്കില്ല. ഉപദേശിച്ചാലും നിങ്ങളുടെ അമ്മാവൻ കേൾക്കില്ല. ഓഹോ, കേട്ടിരുന്നെങ്കിൽ സിംഗപ്പൂരിൽ കിടന്ന് സമ്പാദിച്ച കാശ് മുഴുവനും ഈ വീട്ടിലുള്ള ഉത്തരത്തരം കഴിക്കോലിനും വരെ ചെലവാക്കി അവനിങ്ങനെ ഇരിക്കില്ലായിരുന്നു. 50,000 രൂപ കോഴ കൊടുത്ത് നീ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോവില്ലായിരുന്നു. ഞാൻ കണക്കുകൾ പറയണോ? ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കണക്കുകളല്ലേ. അറിയാത്ത ഒന്നേ ഉള്ളൂ, എവിടെയോ കിടക്കുന്ന ഒരുത്തിക്ക് ഒരു ബംഗ്ലാവ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നെന്ന് കേട്ടു. അതേത് കണക്കിലാണാവോ? എന്തിനാ അവർക്കും ഇവർക്കൊക്കെ ആയിട്ട് കളയണേ? ഉണ്ടല്ലോ പ്രായമായൊരു മോള് നിങ്ങൾക്കും. നിങ്ങൾ നല്ലപോലെ ഒന്ന് ഉപദേശിച്ചാൽ അമ്മാവൻ കേൾക്കും. കെട്ടിച്ചു കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം കൂടി മോളുടെ പേരിലാക്കി കൊടുത്തുകൂടെ? നിന്റെ അമ്മാവന്റെ കൈയെ തളർന്നിട്ടുള്ളൂ, നാട്ടുകാരുടെ കൈകളൊന്നും തളർന്നിട്ടില്ല. നാട്ടുകാരെ കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തല്ലിക്കാൻ പറ്റില്ല. അമ്മാവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരിക്കാം, പക്ഷേ പ്രതിവിനെ തല്ലാൻ ഇയാൾക്ക് എന്താ അധികാരം? വീട്ടിൽ തല്ലാൻ ആളില്ലെങ്കിൽ നാട്ടുകാര് തല്ലും. ഇവിടെ പറ്റില്ല, ഇതെന്റെ വീടാണ്. നിന്റെ വീടോ? ഭാഗ ഉടമ്പടി പ്രകാരം ഈ വീട് എന്റെ പേരില. ഓ, ഭാഗ ഉടമ്പടിയെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല. നീ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ഇത്രയും കാലമായി ഞാൻ ഈ മുറി കഴിയുന്നു. വാടക ഇനത്തിൽ എത്ര രൂപ ഞാൻ അങ്ങോട്ട് തരേണ്ടി വരും? എന്താ ഉണ്ണി? അനന്തു, ഇത്രയും വൈകി. ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇഷ്ടികയും മരവും കൊണ്ട് തീർത്ത ഒരു കെട്ടിടം മാത്രമേ വേലയ്ക്ക് കൊടുക്കാൻ കഴിയൂ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ തീരുമാനിച്ചു, ആ വീടിനുള്ളിൽ ഒരു ജീവിതം കൂടി കൊടുക്കാമെന്ന്. രക്തബന്ധത്തിന്റെ പേരിൽ എല്ലാം വാരിക്കോരി കൊടുത്തിട്ടും അതൊന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ ഓരോ നിമിഷവും എന്നെ കുറ്റപ്പെടുത്താനും ശ്വാസം മുട്ടിപ്പിക്കാനും ശ്രമിക്കുന്ന എൻ്റെ കുടുംബം. കുറവുകളേറെ ഉണ്ടായിട്ടും എന്നെ ഈ നിലയിലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഞാൻ എവിടോ വെച്ച് കണ്ടുമുട്ടിയ എൻ്റെ ബേല. ഇനിയെങ്കിലും ഞാൻ അവളെ മനസ്സിലാക്കിയേ പറ്റൂ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു.
ഇനി അവിടെ എത്തിയേ എന്റെ കാർ നിൽക്കൂ. വഴിച്ചെലവിന് നാളെ ബാങ്ക് തുറക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. നീ എനിക്ക് കുറച്ച് പണം തരണം. ഞാൻ കൂടി വരാം, ഒരു കൂട്ടിന്. താങ്ക് യു. ഇനി എനിക്കൊരു കൂട്ടേ ഉള്ളൂ, എന്തിനും അങ്ങ് വരെ. തന്റെ ഒറ്റയ്ക്കുള്ള ഈ യാത്രയിലെ സുഖം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനായിട്ടത് കളയുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രവി. മോർണിംഗ് സർ. ആ, ഈ ഒരു തവണ കൂടി നിങ്ങൾ എനിക്ക് എൻ്റെ പതിവ് മുറി തന്നെ തരണം. ഷോ സർ. താങ്ക് യു. You're lucky, sir. ഈ നിമിഷം മുതൽ യെസ്, ഐ എം വെരി ലക്കി. എക്സ്ക്യൂസ് മീ സർ. എന്തിനാണ് സാറ് വന്നിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് പറയാണ്. പ്ലീസ് ഗോ ടു ദ ചർച്ച് സർ. ഓ, താങ്ക് യു. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഉണ്ണികൃഷ്ണ മേനൻ. യെസ്, ഐ ഡോണ്ട് ഗെറ്റ് യു. തീർന്നു സാർ. അവൾ അവസാനിപ്പിച്ചു. അവളെ ഞാൻ കുറ്റം പറയില്ല. ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടേ സാർ? മമ്മ പോയി, ഉണ്ടായിരുന്ന കൂടപ്പുറപ്പ് അവൻ എവിടെയോ പോയി. പിന്നെ പിന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ടായിരുന്നു. സീസൺ കഴിയും വരെയും കാത്തു. ഇന്നലെ കാലത്തും അവൾ എന്നോട് ചോദിച്ചു, പലതും പറഞ്ഞു. ഹിസ് ഹൈനസ്, ബ്ലാക്ക് പേൾ, മൈലോഡ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനൊരു വെറും ഇടനിലക്കാരനല്ലേ സാർ? അവള് പോയി, എന്തായി സാർ? അവള് രക്ഷപ്പെട്ടു.